ഉഭയകക്ഷി ബന്ധം എത്രയും വേഗം സാധാരണ നിലയിലാക്കുവാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാണെന്ന് ചൈന. ഇരു രാജ്യങ്ങളുടെയും പ്രധാന താൽപര്യങ്ങളെയും ആശങ്കകളെയും പരസ്പരം ബഹുമാനിക്കുക, ചർച്ചയിലൂടെയും ആശയവിനിമയത്തിലൂടെയും പരസ്പര വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടെയും കൃത്യമായ വിധത്തിൽ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകം എടുത്തു പറഞ്ഞു. 5 വർഷത്തിന് ശേഷം നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയോൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൊവ്വാഴ്ച ബെയ്ജിംഗിലെത്തി. ചൈനയുടെ പ്രതിനിധിയായ വിദേശകാര്യമന്ത്രി വാങ്ങിയായിരിക്കും ബുധനാഴ്ച നടക്കുന്ന ചർച്ച നയിക്കുക. കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം പൂർത്തിയായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ഡിസംബറിലാണ് അവസാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല പ്രതിനിധി ചർച്ച നടന്നത്. അതിർത്തി പ്രശ്നങ്ങളായിരുന്നു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം ഘട്ടം ഘട്ടമായി പൂർത്തിയായതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ഇന്ത്യയും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ പുരോഗതിക്കായി അതിർത്തി മേഖലകളിൽ സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പെട്രോളിംഗ് സംബന്ധിച്ച് ഇക്കൊല്ലം ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഐക്യത്തിലെത്തിയിരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ആഹ്വാനം ചെയ്തിരുന്നു. അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുക എന്നത് ഇരു രാജ്യങ്ങളുടെയും മുൻഗണനാ വിഷയമായി തുടരണമെന്നും പരസ്പര വിശ്വാസമാണ് ഉഭയകക്ഷി ബന്ധത്തിന്റെ അടിസ്ഥാനമെന്നും മോദി വ്യക്തമാക്കിയിരുന്നു.